എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ്. എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എന്നറിയാമോ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഒരുപാട് വെറൈറ്റിയിലുള്ള ദോശ തയ്യാറാക്കുക എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങളുമായിട്ടും കൂടെ ഒന്ന് ഷെയർ ചെയ്യണ്ടേ. ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയ അന്ന് തൊട്ട് ഞാൻ ആലോചിക്കുന്നതാണ് ഒരുപാട് വെറൈറ്റിയിലുള്ള ദോശകൾ തയ്യാറാക്കണമെന്ന്. അപ്പോൾ ഇന്നാണ് കേട്ടോ അതിനുള്ള അവസരം കിട്ടിയത്. അപ്പോൾ ഇന്ന് നമ്മൾ 4 വെറൈറ്റിയിലുള്ള ദോശ മാത്രമേ തയ്യാറാക്കുന്നുള്ളൂ. 4ഉം നല്ല അടിപൊളി ടേസ്റ്റുള്ള ദോശാസാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പിസ്സ ദോശ, അതുപോലെ തന്നെ പനീർ ദോശയും, അതും വെറും പനീർ ദോശ അല്ല കേട്ടോ, പനീർ ചീസ് ദോശയാണ്. അതുപോലെ നമ്മുടെ മുട്ട ദോശയും, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ പാത്തുക്കുട്ടനും ഒരുപാട് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം ദോശയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് പിസ്സ ദോശയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. അപ്പൊ ദോശ പാൻ ഒന്ന് ചൂടാവട്ടെ, അതിനുശേഷം നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാമേ. അപ്പോൾ ഞാനിവിടെ മാവ് ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ല രീതിക്കൊന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ നമ്മൾ പരത്തുമ്പോൾ ഒരുപാട് തിന്നായി പോവല്ലേ കേട്ടോ, എന്നാൽ ഒരുപാട് തിക്കും ആവരുത്. ഒരുപാട് തിക്കായാൽ വെന്ത് കിട്ടാനായിട്ട് നല്ല പാടാണ്. ഒരു മീഡിയം ലെവലിൽ നമ്മളിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കണം. അപ്പോൾ ഒരു ബബിൾസ് ഒക്കെ വരാറാകുമ്പോൾ ഞാനിവിടെ പിസ്സ സോസാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇതിലൊന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തേച്ച് കൊടുത്താൽ മതിയേ, കാരണം നമ്മൾ പിന്നീടും നമ്മുടെ പിസ്സ സോസ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മാവ് ഇവിടെ ഡ്രൈ ആയിട്ടില്ല കേട്ടോ. അതിന് മുമ്പ് തന്നെയാണ് ഞാനിവിടെ കുറച്ച് ഓണിയൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്, ക്യൂബായിട്ട് അരിഞ്ഞതാണ്. ഇനി നമ്മൾ 3 കളറിലുള്ള ക്യാപ്സിക്കമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. അതോടൊപ്പം നമ്മൾ ചോപ്പ് ചെയ്ത് ടൊമാറ്റോ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഒരുപാട് സമയമൊന്നും എടുക്കല്ലേ, കാരണം അടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പം അടച്ചു വെക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ, നമ്മൾ തിരിച്ചിടുന്നില്ലല്ലോ. ഇനി നമ്മുടെ അടപ്പ് തുറന്നതിന് ശേഷം നമുക്ക് കുറച്ച് ഒലീവ് ഉണ്ടെങ്കിൽ മാത്രം മതി. പിക്കിൾഡ് ഒലീവാണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ചുറ്റിനുമായിട്ട് ഞാൻ പിസ്സ സോസും കുറച്ചൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചീസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാമേ. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് പിസ്സ സ്പൈസസും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇനി ഒറിഗാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിലും നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാമേ. ഇനി ഒരു കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് അടച്ചു വെച്ചാൽ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആവാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാമേ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ മിസ്സിംഗ് ആണെങ്കിൽ സാരമില്ല കേട്ടോ, ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാമേ. പിസ്സ സോസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് ഉപയോഗിക്കാം, പക്ഷെ ഒരു സ്പൂണിൽ കൂടാൻ പാടില്ല കേട്ടോ, അപ്പോൾ ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിസ്സ സോസിൻ്റെ അളവ് വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുറച്ച് ഉപയോഗിക്കാവേ. പിന്നെ നമുക്ക് അടുത്ത ദോശ കണ്ടാലോ. അപ്പോൾ അടുത്ത ദോശ നമ്മുടെ മുട്ട ദോശയാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് മുട്ട ദോശ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ദോശ പാനൊക്കെ നല്ല രീതിക്കൊന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല രീതിക്കൊന്ന് പരത്തി കൊടുക്കണം കേട്ടോ. ഇത് നമ്മൾ സാധാരണ ദോശയാക്കത്തില്ല, ആ ഒരു കനത്തിലാണ് കേട്ടോ ആക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സവാള അരിഞ്ഞതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ കുറച്ച് പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒരു കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി തക്കാളിയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ, ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഞാൻ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം കുറച്ച് നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ദോശയുടെ മുകളിലായിട്ട് ഇവയെല്ലാം ഒരുമിച്ചൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം. എല്ലാ ഏരിയയിലും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം. അപ്പോൾ ഒരു സ്പൂൺ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താമേ. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് തിരിച്ചിടുന്നുണ്ട് കേട്ടോ. ഇനി തിരിച്ചിട്ടതിന് ശേഷം അല്പം നെയ്യും കൂടെ ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിനു മുമ്പ് കണ്ട മുട്ടദോശകളിലെല്ലാം തന്നെ മാവിൻ്റെ മുകളിലായിട്ട് 1-2 മുട്ട വെറുതെ ഒന്ന് ഒഴിച്ചതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കലാണ്. അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മുട്ട എടുക്കുന്നതിന് മുമ്പായിട്ട് അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇടാൻ മറന്ന പോലെ, കാരണം ഉപ്പ് ചേർത്തില്ലെങ്കിൽ നമ്മുടെ ദോശമാവിനുള്ള ഉപ്പ് മാത്രമാണല്ലോ നമ്മൾ ചേർത്തേക്കുന്നത്. അപ്പം അതൊരുമാതിരി ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊന്ന് ചേർത്ത് നോക്കണേ. ഇനി ഞാനിതൊന്ന് മറിച്ചിടുന്നുണ്ട്. അപ്പം അത്രേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചീസൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചീസ് ചേർത്താൽ അത്രയ്ക്കും നല്ലതായിരിക്കും
ഇരിക്കത്തില്ല. അപ്പോൾ അതേ നമ്മുടെ മുട്ട ദോശ ഞാനിവിടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് പ്ലേറ്റിങ്ങിലും കുറച്ച് വെറൈറ്റി ഒക്കെ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പിസ്സ കട്ട് ചെയ്യുന്ന റോളർ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കട്ടാക്കിയിട്ടുണ്ട്. 3ആയിട്ടാണ് കേട്ടോ കട്ടാക്കിയേക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജിനി ദോശയൊക്കെ അറിയാമോ? അപ്പോൾ ആ ഒരു ദോശയുടെയൊക്കെ ഒരു സ്റ്റൈലിലാണ് കേട്ടോ ഞാനിതൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ കാണാൻ നല്ല രസമായിരുന്നേ. ഇതിങ്ങനെ വെച്ചേക്കുന്നത് കണ്ടാൽ ഒരു സാധാരണ മുട്ടദോശയാണെന്ന് പറയേയില്ല കേട്ടോ. നോക്കി എന്ത് രസമാണ്. അപ്പോൾ നിങ്ങൾ ദോശയൊക്കെ തയ്യാറാക്കുമ്പോൾ വെറുതെ പ്ലെയിൻ ദോശയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ഒന്ന് ഗസ്റ്റിനെ സെർവ് ചെയ്യുകയാണെങ്കിൽ അവർക്കും ഒരുപാട് സന്തോഷമാവേ. അപ്പോൾ മുട്ടദോശ ഇഷ്ടപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി നമ്മുടെ 3ാമത്തെ ദോശയിലേക്ക് കിടക്കാവേ. ഇത് വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പനീർ ദോശയാണ് കേട്ടോ. അപ്പോൾ ഈ ദോശയിലേക്ക് നമ്മൾ പനീറിൻ്റെ ഒരു സ്പെഷ്യൽ ഫില്ലിംഗ് ഒക്കെ ചേർത്ത് അതിൻ്റെ മുകളിലായിട്ട് ചീസൊക്കെ ഇട്ട് കൊടുത്ത് നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ദോശയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ദോശയൊന്ന് പരത്തിയെടുക്കാം. ഇത് കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. ഒരുപാട് തിന്നല്ല എങ്കിലും തിന്നായിട്ട് പരത്തിയെടുക്കാവേ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാനിവിടെ നെയ്യാണ് കേട്ടോ തൂക്കി കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണയാണെങ്കിലും ഉപയോഗിച്ചാൽ മതിയേ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് മറിച്ചിടുന്നുണ്ട് കേട്ടോ. ഫില്ലിങ് ഇടുന്നതിന് മുമ്പായിട്ട് തന്നെ അപ്പുറം സൈഡ് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് തന്നെ ഞാനത് തിരിച്ച് തന്നെ ഇടുന്നുണ്ട്. ഇനി നമ്മുടെ പനീറിൻ്റെ ഫില്ലിംഗ് ആണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഈ ഫില്ലിംഗ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അത് ഇതും കൂടെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാമേ, എല്ലാ സ്ഥലത്തും ഈവനായിട്ട് എത്തുന്നത് പോലെ. ഇനി ഇത് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തും കൂടെ കൊടുക്കണേ. കാരണം നമ്മൾ തിരിച്ചിട്ടുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ ഈ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ ചാൻസ് കുറവാണ്. കാരണം മാവെല്ലാം നല്ല രീതിക്ക് ഡ്രൈ ആയല്ലോ, അപ്പോൾ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കുറച്ച് ചീസും കൂടെ ചേർത്തിട്ടുണ്ട്, ഒരുപാടൊന്നും ചേർത്തിട്ടില്ല. അതിനുശേഷം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഈസി ആയിട്ടുള്ള പനീർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ഉപയോഗിച്ച ഫില്ലിംഗ് എങ്ങനെയാണെന്ന് കാണാമേ. അപ്പോൾ ഞാനൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി കിട്ടിയാൽ ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും അതുപോലെ ആവശ്യമുള്ള കുറച്ച് സവാളയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടുന്നതിനായിട്ട് അല്പം ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഇനി നല്ല രീതിക്ക് ഒന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് ഇതൊന്ന് വഴന്ന് വന്നാൽ നമുക്ക് കുറച്ച് തക്കാളിയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് വേറൊന്നും നമ്മൾ പച്ചക്കറിയായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലാസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് വേണ്ട, ഒരു കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ കുറച്ച് ജീരകപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ നല്ല ജീരകമാണ്, പെരുംജീരകം അല്ല കേട്ടോ, നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഞാൻ പനീർ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടിക്കുള്ളൂ, ആ ഒരു ഇതിനാണ് കേട്ടോ ഞാൻ ക്രഷ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈ കൊണ്ടൊന്ന് ഉടച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പനീറിൻ്റെ ഫില്ലിങ്. അപ്പോൾ എങ്ങനെയുണ്ട് പനീർ ദോശ? വെറും പനീർ ദോശയല്ല കേട്ടോ, പനീർ ചീസ് ദോശ. അപ്പോൾ ഇത് ചട്നിയുടെ കൂടെയൊക്കെ നമുക്ക് സെർവ് ചെയ്യാം. ഞാനിവിടെ റെഡ് ചട്നിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം ഏത് ചട്നിയുടെ ഒപ്പവും നമുക്ക് സെർവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നോക്കിയാൽ ഫില്ലിംഗ് ഒക്കെ ഞാൻ ഫോൾഡ് ചെയ്ത് എങ്ങനെയായിട്ടുണ്ടെന്ന് അപ്പോൾ ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ ചീസൊക്കെ നല്ല രീതിയിൽ മെൽട്ടായി കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെജ് ദോശയൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി പനീരൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു ദോശ ഇഷ്ടപ്പെടും. കാരണം ഇതിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, അത് ഏകദേശം നമ്മുടെ എഗ് ബുർജി ഇല്ലേ അതിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് ദോശയിലേക്ക് കടന്നാലോ. ലാസ്റ്റ് ആൻഡ് മൈ പേഴ്സണൽ ഫേവറേറ്റ് ദോശ എന്ന് പറയാമേ. കാരണം ഞാനൊരു സ്വീറ്റ് ലവറാണ്, ചോക്ലേറ്റ് ഇഷ്ടമാണ്, അതുപോലെ ഐസ്ക്രീമൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ദോശയാണ്. അപ്പോൾ ദോശക്കല്ല് ചൂടായതിനു ശേഷം നമ്മുടെ മാവ് ഒഴിച്ച് നല്ല രീതിക്ക് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ തിന്നായിട്ട് വേണം കേട്ടോ പരത്തി കൊടുക്കാനായിട്ട്, കാരണം ഇത് നമ്മൾ മറിച്ചിടുന്നില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മുടെ ജാം ഒന്ന് പരട്ടി കൊടുക്കാമേ. അപ്പോൾ ഞാനിവിടെ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് കേട്ടോ ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫ്ലേവറിലുള്ള ജാം വേണമെങ്കിലും ഉപയോഗിക്കാം. ഇനി ജാം യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഐസ്ക്രീം മാത്രമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അത്രയ്ക്കൊരു സ്വീറ്റ്നെസ് കിട്ടത്തില്ല കേട്ടോ. ഇതൊരു മീഡിയം സ്വീറ്റേ ഉള്ളൂ, ഒരുപാട് സ്വീറ്റ് ഒന്നും ഇല്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വാനില ഐസ്ക്രീമാണ് കേട്ടോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഫ്ലേവർ ഐസ്ക്രീം
ഐസ്ക്രീം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഫ്ലേവറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്ലേവർ ഐസ്ക്രീമോ ഇതിന് പകരമായിട്ട് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് ഡെക്കറേഷൻ ഒക്കെ ആഡ് ചെയ്യാം. വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചോക്ലേറ്റ്സ് ഒക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്പ്രിങ്കിൾസ് ആഡ് ചെയ്യാം. അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനിവിടെ ദോശ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിത് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ ഇങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം, വാനില ഐസ്ക്രീം തന്നെയാണ് ഉപയോഗിച്ചേക്കുന്നത്, അതൊന്ന് വെച്ച് കൊടുത്ത് ഇനി ഐസ്ക്രീമിൻ്റെ മുകളിലായിട്ട് ഒരു സ്ട്രോബെറി 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ചോക്ലേറ്റ് സോസ് ഒന്ന് ഡ്രിസിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശ ചൂടോട് തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കണേ, എങ്കിൽ മാത്രമേ ആ ചൂട് ദോശയിലൂടെ നല്ല തണുത്ത ഐസ്ക്രീമിൻ്റെ കോമ്പിനേഷൻ വർക്ക് ആവത്തുള്ളൂ. നല്ല അടിപൊളി ദോശയാണ് കേട്ടോ. ഈ 4 എണ്ണം നല്ല അടിപൊളി ദോശകളായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്തതിന് ശേഷം ഇഷ്ടപ്പെട്ട ദോശ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.